അന്ന് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം എക്കോ എടുക്കാനായിട്ട് എന്നെ ലാബിൽ കൊണ്ടുപോയി. പക്ഷേ ഞാൻ ഉടമ്പടി ലോക്കറ്റ് ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ദൈവമേ, ഒരു അബദ്ധം വരുത്താതെ കാത്തോണേ, എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ എനിക്കറിയത്തില്ല, ആ ലാബിൽ കയറിയതും എൻ്റെ ടെൻഷനൊക്കെ അങ്ങ് പോയി. ഞാൻ വളരെ കൂളായിട്ട് എക്കോയ്ക്ക് കിടന്നു. എക്കോയുടെ റിസൾട്ട് വന്നു. എനിക്ക് ഹാർട്ടിന് ഒരു കുഴപ്പമില്ല, മെഡിക്കലി ഫിറ്റാണ്, സർജറി ചെയ്യാം എന്നുള്ളത് ആ ഡോക്ടർ എഴുതി തന്നു. പിന്നെ ഇനി അടുത്തത് സി ടി സ്കാൻ ആ ഹോസ്പിറ്റലിലല്ല, മറ്റൊരിടത്ത് പോയി സി ടി സ്കാനും ചെയ്തു. ഈ സി ടി സ്കാൻ ചെയ്തപ്പോഴും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, മെറ്റൽ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റിമൂവ് ചെയ്തോ, മാല, താലി അതെല്ലാം റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാം മാറ്റി. പക്ഷേ ഞാൻ അമ്മയുടെ ലോക്കറ്റ് ഇങ്ങനെ കയ്യിൽ ഇറക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാബിൽ കയറിയ സമയത്ത് അവിടെ നിൽക്കുന്ന ആ പയ്യൻ എന്നോട് ചോദിച്ചു, എന്താ ചേച്ചിയുടെ കയ്യിലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ലോക്കറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ പയ്യൻ ഇങ്ങനെ ചിരിച്ചിട്ട് പറഞ്ഞു, ആ ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് സി ടി സ്കാനിന് കിടന്നു. അങ്ങനെ ഒരു അരമണിക്കൂറിനുള്ളിൽ അതിൻ്റെ റിപ്പോർട്ട് കിട്ടി. വേറെ ഗ്രോത്ത് ഒന്നുമില്ല, ആകെ ഈ ഒരു മുഴ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും കിട്ടി. അങ്ങനെ ഈ കഴിഞ്ഞ 14-ാം തീയതി എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും 15-ാം തീയതി സർജറി ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ സർജറിക്ക് കയറുന്ന മുമ്പ് നമുക്കറിയാം, വേറെ ഡ്രസ്സൊന്നും അല്ല നമ്മൾ ധരിക്കേണ്ട, അവർ തരുന്ന ഡ്രസ്സ് വേണം ധരിക്കാൻ. അതായത് ഒരു മുണ്ടും ഒരു ടോപ്പും.